നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. കേരള ഗവൺമെന്റ് കീഴിലുള്ള ഒരു ഏജൻസിയായ CDIT മിനിമം 10ാം ക്ലാസ് എങ്കിലും വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ മുതൽ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ചില ജോലികളുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത് ഏതാണ്ട് 5 മറ്റ് കമ്പനികൾ, പ്രത്യേകിച്ച് ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, സ്മാർട്ട് സിറ്റി, ഇങ്ങനെയൊക്കെയുള്ള 5-6 കമ്പനികളിലെ ഫ്രഷേഴ്സിനുള്ള റിക്രൂട്ട്മെന്റുകളും, അത് വിവിധ മേഖലയിൽ നിന്നുള്ളവർക്ക്, എഞ്ചിനീയറിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഡിഗ്രി ഏതെങ്കിലും വിഷയത്തിൽ കഴിഞ്ഞവർക്കുള്ള അവസരങ്ങളുണ്ട്. അങ്ങനെ വിവിധങ്ങളായ അവസരങ്ങൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുവാൻ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. കൂടുതൽ ജോലികൾ തേടുന്നവരാണെങ്കിൽ ഞാൻ പലവട്ടം പറയുന്നതാണ്, നമ്മളുടെ ജോബ് സൈറ്റ് ഉണ്ട്, jobsbridge.com സന്ദർശിക്കാം. അതൊന്നും അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലുണ്ട്, അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ പോയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഡന്റിറ്റി, നിങ്ങളുടെ നമ്പരൊന്നും മറ്റുള്ളവർക്കൊന്നും വിസിബിൾ ആകത്തില്ല. അത് വാട്സാപ്പ് ചാനലാണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടിയൊക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യത്തെ അവസരം പ്രമുഖ IT കമ്പനിയായ ലിറ്റ്മസ് 7-ലാണ്. ലിറ്റ്മസ് 7 എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരും നമ്മുടെ കേരളത്തിൽ വന്നാൽ കൊച്ചി ഇൻഫോ പാർക്ക്, അതേപോലെ കൊച്ചിയിൽ തന്നെയുള്ള സ്മാർട്ട് സിറ്റി, തിരുവനന്തപുരത്ത് ടെക്നോ പാർക്ക്, ഇങ്ങനെയുള്ള IT പാർക്കുകളിലൊക്കെ പ്രവർത്തനമുള്ള ഒരു വലിയ IT കമ്പനിയാണ്. ഒരു പ്രോഡക്റ്റ് കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ മികച്ച ശമ്പളം ലഭ്യമാകുന്ന ഒരു കമ്പനിയാണ് ലിറ്റ്മസ് 7 എന്നുള്ളത്. അവർ ഒരു ഫ്രഷർ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. IT കമ്പനി ആയതുകൊണ്ട് തന്നെ IT-കാർക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ്. എന്തായിരിക്കും എലിജിബിലിറ്റി ക്രൈറ്റീരിയ? BTech, അത് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ MSc IT, അല്ലെ MTech കമ്പ്യൂട്ടർ സയൻസ് IT AI, അല്ലെങ്കിൽ BCA BSCA അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് BSc ITO, അങ്ങനെയൊക്കെയുള്ള കോഴ്സ്. ഇത് 2023-ലും 2024-ലും കഴിഞ്ഞവർക്ക്, ഇവർക്ക് മാത്രമല്ല കേട്ടോ, ഡിപ്ലോമ കമ്പ്യൂട്ടർ സയൻസ് IT CH EC ഈ വിഷയങ്ങളിലൊക്കെ ഡിപ്ലോമ 2024 കഴിഞ്ഞവർക്ക്. അപ്പോൾ ഡിപ്ലോമ 2024 കഴിഞ്ഞവർക്കാണ്. ബാക്കി കോഴ്സുകാർക്കൊക്കെ 2023-ലും 2024-ലും കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിന് നല്ല മാർക്ക് വേണം, 70% മാർക്ക് 10th-ലും 12th-ലും വേണം. അതേപോലെ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഡിപ്ലോമയ്ക്കൊക്കെ 6.5 CGPA-ലും മിനിമം നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അത്യാവശ്യ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കൂടി കാണണം, ബാക്ക്ലോഗ്സ് കാണുകയും ചെയ്യല്ലേ. അപ്പോൾ ഈ ഒരു എലിജിബിലിറ്റി ഉള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം. ഓർക്കുക, ലിറ്റ്മസ് 7 എന്ന് പറഞ്ഞാൽ നമ്മുടെ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു IT കമ്പനിയാണ്. ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതിൽ ലിങ്ക് ഉണ്ട്. അതെങ്കിൽ jobsbridge.com എന്ന സൈറ്റിൽ പോയിട്ട് ലിറ്റ്മസ് 7 എന്ന് സെർച്ച് ചെയ്ത് ആ ലിങ്ക് കണ്ടുപിടിക്കാം. അത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. നമുക്ക് അടുത്ത അവസരം ഒന്ന് പരിശോധിക്കാം. അടുത്ത അവസരം സോഫ്റ്റ് ആൻഡ് ടെക്നോളജീസ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ്. ഇത് കൊച്ചിയിലുള്ള ഒരു കമ്പനിയാണ്. ഇവരെ ബേസിക്കലി ഒരു ട്രെയിനിങ് കമ്പനിയാണ്. അവരുടെ ക്ലയൻസിന് വേണ്ടിയിട്ടാണ് ഈ ഹയറിങ് അനൗൺസ് ചെയ്തിരിക്കുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതിന്റെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് എനിക്കറിയില്ല, എങ്കിലും ആ വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ഞാനൊന്ന് സൂചിപ്പിക്കാം. 140ഓളം തസ്തികകളിൽ വേക്കൻസികളിലേക്ക് ഇവർ ഹയറിങ് നടത്തുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഇവരുടെ ക്ലയന്റ് കമ്പനീസ്, അത് ടെക്നോ പാർക്ക് ഉണ്ട്, സൈബർ പാർക്ക് ഉണ്ട്. സൈബർ പാർക്ക് കോഴിക്കോട്, ടെക്നോ പാർക്ക് തിരുവനന്തപുരം, ഇൻഫോ പാർക്ക് കൊച്ചി, അതുകൂടാതെ ബാംഗ്ലൂരിലൊക്കെയുള്ള ക്ലയന്റ് കമ്പനീസിന് വേണ്ടിയിട്ടാണ് ഹയറിങ് നടത്തുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. 2024 പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കായിരിക്കും അവസരം. ഏതൊക്കെയായിരിക്കും വേക്കൻസി? ജൂനിയർ അക്കൗണ്ട്സ് ഇന്റേൺ ഉണ്ട്. അപ്പോൾ ഈ അക്കൗണ്ട്സ് BCom, MCom, MBA, ഫിനാൻസ് ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കുക 24 ഒഴിവുകളുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാവുന്നവർക്ക് അപേക്ഷിക്കുക 20 ഒഴിവുകളാണുള്ളത്. സോഫ്റ്റ്വെയറിലേക്ക് IT-കാരെ 28 പേരെ ഹയർ ചെയ്യുന്നുണ്ട്. സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിങ്ങിലേക്ക് 8 പേരെ ഹയർ ചെയ്യുന്നുണ്ട്. ഡാറ്റ അനലറ്റിക്സിൽ 10 പേർക്ക് അവസരങ്ങളുണ്ട്. സിസ്റ്റം അഡ്മിൻ ആൻഡ് നെറ്റ്വർക്കിംഗിൽ 15 ഒഴിവുകളുണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോജിസ്റ്റിക്സിൽ 16 ഒഴിവുകളാണ് സൂചിപ്പിക്കുന്നത്. ടെസ്റ്റിംഗ് ആൻഡ് ഇംപ്ലിമെന്റേഷനിൽ 8 ഒഴിവുകൾ. ക്ലൗഡ് എഞ്ചിനീയർ ആയിട്ട് 12 ഒഴിവുകൾ. ഇങ്ങനെ ടോട്ടല് 140ഓളം ഒഴിവുകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. ബാക്ക്ലോഗ്സ് ഉള്ളവർക്കും അപേക്ഷിക്കാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ചില കമ്പനികൾക്ക് ഒരുപക്ഷെ അത് പറ്റിയേക്കാം. അപ്പോൾ 13-ാം തീയതി ശനിയാഴ്ചക്കകം അപേക്ഷിക്കണം, 5 PM അപ്പം ഇവർ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആവുകയാണെങ്കിൽ
അതാത് കമ്പനികളിൽ നിന്ന് അവരുടെ ക്ലയന്റ് കമ്പനീസിൽ നിങ്ങൾക്ക് കോൾ ലഭിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എനിക്കിതിൻ്റെ ഞാൻ കൂടി സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് അറിയില്ല, എങ്കിലും നിങ്ങൾ വേറെ പ്രത്യേകിച്ച് പണച്ചെലവൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത അവസരം ഒന്ന് മനസ്സിലാക്കാം. അടുത്ത അവസരം ഒരു സൗജന്യ കോഴ്സാണ്. ഓർക്കുക, ഇത് പെയ്ഡ് അല്ല, ഫ്രീ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഈ കോഴ്സ് സംഘടിപ്പിക്കുന്നത് നാസ്കോം ഫൗണ്ടേഷൻ ആണ്. നാസ്കോം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ IT കമ്പനികളുടെ ഒരു കൂട്ടായ്മയാണ് നാസ്കോം. അപ്പൊ നാസ്കോം ഫൗണ്ടേഷന് ഒരു ഫ്രീ ട്രെയിനിങ് അത് എമർജിംഗ് ടെക്നോളജീസിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ചില ടോപ്പിക്കുകൾ ഞാൻ സൂചിപ്പിക്കാം. ഒന്ന് സൈബർ സെക്യൂരിറ്റി, അതേപോലെ IoT, അതേപോലെ ഡേറ്റ പ്രൈവസി ആൻഡ് ഡേറ്റ പ്രൊട്ടക്ഷൻ, ഫിനാൻഷ്യൽ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ, ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിലെ കോഴ്സുകളാണ് ഇവർ സംഘടിപ്പിക്കുന്നത്. അപ്പം ഇത് ഓൺലൈനിലും ഓഫ്ലൈനിലുമാണ് കൂടെയാണ് നടത്തുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഓഫ്ലൈൻ ക്ലാസ്സുകൾ നടക്കുന്നത് ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ മാളയിലുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, പല സ്ഥാപനങ്ങളുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവിടെ വെച്ചാണ് നടക്കുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ആർക്കായിരിക്കും എലിജിബിൾ ആവുക? BTech, അത് കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അല്ലെ ഇലക്ട്രിക്കല്, IT-ക്കാർ, അല്ലെ BBA, അല്ലെ MBA, അല്ലെ BCA, MCA, BCom, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc IT. അത് ഇവർ സൂചിപ്പിക്കുന്നത് 2022-ലും 2023-ലും 2024-ലും പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കും 2025 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കും അപേക്ഷിക്കാം എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വിവിധ കോഴ്സുകൾ ഇവരെ സംഘടിപ്പിക്കുന്നുണ്ട്. ട്രെയിനിങ് ഫുള്ള് ഫ്രീ ആയിരിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഹൈബ്രിഡ് ആയിട്ടായിരിക്കും നടത്തുക. സർട്ടിഫിക്കറ്റ് നാസ്കോം ഫ്യൂച്ചർ സ്കിൽസ് പ്രൈം, ഇതിന്റെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും ലഭ്യമാവുക എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ 2 നമ്പർ നൽകിയിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഒരു ലിങ്ക് കൊടുത്തേക്കാം. ആ ലിങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ ഇവരുടെ ടീമിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അറിയിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത്. പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ഇവർ ഈ പഠിക്കുന്ന കുട്ടികൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പം കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കി, സൗജന്യ കോഴ്സാണ്, എന്നാലും കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാണ്ട് 120ഓളം അവേഴ്സ് ട്രെയിനിങ് ഉള്ള ഒരു വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പം നിങ്ങൾ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കി താല്പര്യമുണ്ടെങ്കിൽ മാത്രം മുന്നോട്ടേക്ക് പോവുക. ഇനി നമുക്ക് കേരള ഗവൺമെന്റ് കീഴിലുള്ള ഒരു ഏജൻസിയാണ് സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി. CDIT എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തുള്ള വളരെ പ്രമുഖമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഇവര് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT-യുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. IT മേഖലയിലൊക്കെയുള്ള പല സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ITS, വെബ് ആൻഡ് സോഷ്യൽ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ക്യാമ്പയിൻസ്, ഗവൺമെന്റിന് വേണ്ട സപ്പോർട്ടുകൾ ഒക്കെ നൽകുന്ന ഒരു സ്ഥാപനമാണ് CDIT എന്നുള്ളത്. ഇവരാണ് ഈ ഒരു പാർട്ട് ടൈം ആയിട്ട് ചെയ്യാവുന്ന ഒരു തൊഴിലവസരം, പാർട്ട് ടൈം എന്നുള്ളതല്ല, വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു അവസരം എന്നുള്ളത് നൽകിയിരിക്കുന്നത്. എന്തായിരിക്കും ആ ജോലിയുടെ ഒരു പേര്? സ്കാനിങ് അസിസ്റ്റന്റ് എന്നാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും, സ്കാനിങ് അസിസ്റ്റന്റ്. ആ പേരിൽ തന്നെ കാര്യങ്ങളുണ്ട്. അതായത് സർക്കാരിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ സ്കാൻ ചെയ്യുക എന്നുള്ളതാണ് ജോലിയുടെ ഒരു സ്വഭാവം. അപ്പം ഇവിടെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, മിനിമം 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. കമ്പ്യൂട്ടർ അറിയണം എന്ന് മാത്രം. ഒരു കാര്യം ഇവർ സൂചിപ്പിക്കുന്നുണ്ട്, പ്രിഫറൻസ് നൽകുക ഈ മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ളവരായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഈ സ്കാനിങ്ങും ഒക്കെയായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്തവർക്കായിരിക്കും പ്രിഫറൻസ് നൽകുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാത്തവർക്കും ട്രൈ ചെയ്യാം. അതേപോലെ തന്നെ നൈറ്റ് ഷിഫ്റ്റിൽ, ഡേയോ നൈറ്റിലോ ഒക്കെ ജോലി ചെയ്യേണ്ടതായിട്ട് വരും, മാറി. അപ്പോൾ അതിനോട് നൈറ്റ് ഷിഫ്റ്റ് ഉൾപ്പെടെ വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഓർക്കുക, ഇത് ഒരു ഫിക്സഡ് ശമ്പളം ആയിരിക്കത്തില്ല, പീസ് റേറ്റ് ബേസിസിലായിരിക്കും. അതായത് നിങ്ങൾ ചെയ്യുന്ന വർക്കുകളുടെ ബേസിസിലായിരിക്കും ഗവൺമെന്റ് നിങ്ങൾക്ക് പ്രതിഫലം നൽകുക. എത്ര ഡോക്യുമെന്റ്സ് സ്കാൻ ചെയ്തു എന്നുള്ളതൊക്കെ ആയിരിക്കും. അപ്പം ഇത് ഷോർട്ട് ടേം എൻഗേജ്മെന്റ് ആയിരിക്കും, ആവശ്യമുള്ളപ്പോഴായിരിക്കും ഇത് തരുക. അതുകൊണ്ട് തന്നെ ഇതൊരു ഫുൾ ടൈം ജോലിയായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. പാർട്ട് ടൈം ആയിട്ട് അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോൾ മാത്രം ചെയ്യുന്ന ഒരു ജോലിയായിട്ടായിരിക്കും. ഓർക്കുക, ഇവർക്ക് ഇപ്പോൾ ആവശ്യമുള്ളത് കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, തൃശ്ശൂർ, പാലക്കാട്, ഇത്രയും ജില്ലകളിലാണ് ആൾക്കാരെ ആവശ്യമുള്ളത് എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ സ്കാനിങ് അസിസ്റ്റന്റ് മിനിമം 10ാം ക്ലാസ് ഉള്ള കമ്പ്യൂട്ടർ അറിയാവുന്നവർക്ക് അപേക്ഷിക്കാം. വേറെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഓൺലൈനിലൂടെ വേണം അപ്ലൈ ചെയ്യുവാൻ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. അവിടെ പോയിട്ട് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ഓൺലൈനിലൂടെ തന്നെ അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ എന്താ പറയുക, TADA ഒന്നും നിങ്ങൾക്ക് തരത്തില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ക്യാൻവാസിംഗ് ഒന്നും ഇവർ സമ്മതിക്കുന്നില്ല.
എന്നുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ഡോക്യുമെന്റ്സ് ചിലതൊക്കെ സബ്മിറ്റ് ചെയ്യാനുള്ളത് സബ്മിറ്റ് ചെയ്യണം എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി എങ്ങനെയായിരിക്കും ഇതിന്റെ സെലക്ഷന്? 10ാം ക്ലാസ് മാർക്ക്, അതേപോലെ തന്നെ മറ്റ് ചില ഫാക്ടേഴ്സ് ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. 3 ഇയർ ഡിപ്ലോമ ഒക്കെ ഉള്ളവർക്ക് എക്സ്ട്രാ വെയിറ്റേജ് നൽകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അതിൻ്റെ മാർക്ക് നൽകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വിവിധ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സെലക്ഷന്. ഓൺലൈനായിട്ട് വേണം അപ്ലൈ ചെയ്യുവാനായിട്ട്. അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിരിക്കുന്നു. അപ്ലൈ ചെയ്യുമ്പോൾ കുറേ ഡോക്യുമെന്റ്സ് ഒക്കെ സ്കാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ചെയ്ത് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 18/9, അതായത് സെപ്റ്റംബർ 18-ാം തീയതി 5 മണിക്ക് മുമ്പായിട്ട് അപേക്ഷിക്കണം. അപ്പോൾ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു, CDT-ൽ ലഭ്യമായിരിക്കുന്ന സ്കാനിങ് അസിസ്റ്റന്റ് ഏതാണ്ട് 8 ജില്ലകളിലേക്ക് ലഭ്യമായിരിക്കുന്ന ഒരു അവസരമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനി നമുക്ക് മുത്തൂറ്റ് ഫിൻകോർപ്പിൽ ലഭ്യമായിരിക്കുന്ന, ഫ്രഷേഴ്സിന് ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങളൊന്ന് മനസ്സിലാക്കാം. മുത്തൂറ്റ് ഫിൻകോർപ്പ് ക്രെഡിറ്റ് ഓഫീസർ ഓപ്പറേഷൻസ് എന്ന തസ്തികയിലേക്ക് ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? BCom അല്ലെങ്കിൽ MBA അല്ലെങ്കിൽ MCom ഇങ്ങനെയൊക്കെ ഉള്ളവർ, അല്ലെങ്കിൽ സിമിലർ ആയിട്ട് ഈ അക്കൗണ്ട്സ് ഫൈനാൻസ് മേഖലയിൽ നിന്നുള്ള 60% മാർക്കുള്ളവർക്ക് അപേക്ഷിക്കാം. ഫ്രഷേഴ്സിനുള്ള അവസരമാണ്. ഡിഗ്രിക്കാർക്ക്, അതായത് BComോ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ, BBA ഒക്കെ ആണെങ്കിൽ 2.5 lakh ആയിരിക്കും ശമ്പളം. PGക്കാർക്ക് 3 lakh per annum എന്നുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഇതിലേക്കുള്ള ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ 20-ാം തീയതി സെപ്റ്റംബറിൽ ഈ മുത്തൂറ്റ് ഫിൻകോർപ്പിന്റെ എറണാകുളം ഓഫീസിൽ വെച്ച് നടക്കുന്നുണ്ട്. ഡെസിഗ്നേഷൻ ക്രെഡിറ്റ് ഓഫീസർ ഓപ്പറേഷൻസ് എന്നുള്ളതാണ്. റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഗ്രാംബ്രോയാണ്. ഗ്രാംബ്രോ എന്ന് പറഞ്ഞാൽ ഈ മുത്തൂറ്റ് ഫിൻകോർപ്പ് അല്ലെങ്കിൽ ഈസാഫ് പോലെയുള്ള കമ്പനികളുടെയൊക്കെ റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഓർക്കുക, BCom, BBA, MCom, MBA ഫിനാൻസ് അല്ലെങ്കിൽ ഈ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് മേഖലയിലുള്ള ഫ്രഷേഴ്സിന് വേണ്ടിയിട്ട് 3 lakh വരെ ശമ്പളമുള്ള ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ അവസരമാണ്. അപേക്ഷ കാത്തിരിക്കേണ്ട, ഡയറക്റ്റ് ആയിട്ട് വോക്ക് ഇൻ ചെയ്തുകൊണ്ട് ഈ അവസരങ്ങളിലേക്ക് എത്താം. ഇനി നമുക്ക് അടുത്ത അവസരം മനസ്സിലാക്കാം. ഇത് ഒക്ടർ ബിസിനസ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്കാണ്. ഇത് നമ്മളുടെ കൊച്ചി ഇൻഫോ പാർക്കിലുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഇവരൊരു US മോർഗേജ് പ്രോസസ്സിംഗ് കമ്പനിയാണ്. ഇവർ ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഓർക്കുക, നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഈ ലോൺ ആപ്ലിക്കേഷൻസ് അത് പ്രോസസ്സ് ചെയ്ത് അത് ഇവാലുവേറ്റ് ചെയ്യുക. ഇപ്പോൾ ലോണിന് റിക്വസ്റ്റ് ഒക്കെ വന്നാൽ അത് കൊടുക്കേണ്ടതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്ന ജോലികളൊക്കെ ആയിരിക്കും ചെയ്യേണ്ടതായിട്ട് വരിക. ഇപ്പോൾ MS ഓഫീസ് അറിയണം, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, ലോൺ ഓഫീസേഴ്സും അണ്ടർ റൈറ്റേഴ്സും ഒക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റണം, നൈറ്റ് ഷിഫ്റ്റിലും വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം. അപ്പോൾ ഡിഗ്രിക്കാരെ ഇതിന് തയ്യാറാണെങ്കിൽ ഈ ഒക്ടർ, അതായത് കൊച്ചി ഇൻഫോ പാർക്കിലെ ഈ അവസരത്തിന് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാനായിട്ട് jobsbricks.com എന്ന സൈറ്റിൽ പോകും. അവിടെ പോയിട്ട് ഒക്ടർ AUCTOR എന്ന് സെർച്ച് ചെയ്ത് ഈ അവസരം കണ്ടെത്താം. അല്ലെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അടുത്ത അവസരം റാവിസ് ഗ്രൂപ്പിലാണ്. റാവിസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ രവി പിള്ളയുടെ കീഴിലുള്ള കമ്പനിയാണ്. അവർക്ക് പല ഹോട്ടലുകളുണ്ട്. ഉദാഹരണത്തിന് കോവളത്ത് ലീല, അതേപോലെ മറ്റൊരു ലീല ഹോട്ടലുണ്ട്. ഇനി കോഴിക്കോടൊക്കെ വന്നാൽ കടവ് ഹോട്ടൽ, റാവിസ് ഹോട്ടൽ കൊല്ലത്ത്, ഇങ്ങനെയുള്ള ഹോട്ടലുകളുടെ ഒരു ചെയിൻ ഉണ്ട്. അവിടേക്ക് പല തസ്തികളിലേക്ക് റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. റാവിസ് ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സിലേക്ക് നിങ്ങൾക്ക് ഇവിടെ വേക്കൻസികൾ കാണാനായിട്ട് സാധിക്കും. ഷെഫ്, എക്സിക്യൂട്ടീവ് സൂസ് ഷെഫ് മുതൽ വിവിധ തസ്തികൾ F&Bയിലേക്കുണ്ട്, ഡ്യൂട്ടി മാനേജർ ഉണ്ട്, ഫ്രണ്ട് ഓഫീസിലേക്ക് ഹയറിംഗ് നടക്കുന്നുണ്ട്, ഗസ്റ്റ് റിലേഷനിലേക്ക് ഹയറിംഗ് നടക്കുന്നുണ്ട്, സെയിൽസിലേക്ക് വിവിധ തസ്തികളിൽ ഹയറിംഗ് നടക്കുന്നുണ്ട്, ഓഡിറ്റിൽ ഉണ്ട്, ഇവന്റ് മാനേജ്മെന്റിലേക്കുണ്ട്. ഇങ്ങനെ വിവിധ തസ്തികളിലേക്ക് ഇവരെ ഹയർ ചെയ്യുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, അത് നോക്കി വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അടുത്ത അവസരം നെസ്റ്റ് ഗ്രൂപ്പിലാണ്. നെസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികൾ തന്നെ ആരംഭിച്ച കേരളത്തിൽ ഒരു വളരെ പ്രമുഖമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ്. അവരുടെ ഗ്രൂപ്പിലുള്ളതാണ് SFO ടെക്നോളജി ഒക്കെ. ഒരെണ്ണം SFO ടെക്നോളജിയിലാണ്. SFO ടെക്നോളജിയെ ഒരു ഹയറിംഗ് നടത്തുന്നുണ്ട്. ഓപ്പറേറ്റർ ട്രെയിനി എന്ന അവസ്ഥയിൽ വലിയ ശമ്പളമൊന്നുമില്ല, 12,000 രൂപയേ ഉള്ളൂ. കൊച്ചിയിലായിരിക്കും വർക്ക് ചെയ്യേണ്ടതായിട്ട് വരിക. +2 കഴിഞ്ഞവർക്ക് ITI അല്ലെ ഡിപ്ലോമ അല്ലെ BSc ഇലക്ട്രോണിക്സ് ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ഓപ്പറേറ്റർ ട്രെയിനി, അതേപോലെ സോൾഡറിംഗ് ഓപ്പറേറ്റർ എന്ന അവസ്ഥയിലേക്കും ITIയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ അല്ലെങ്കിൽ ഡിഗ്രിയോ ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. 6 മാസം മുതൽ 1 year വരെ സോൾഡറിംഗ് എക്സ്പീരിയൻസ് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. അപ്പം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ഒരു 7 അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ പോയി ഡീറ്റെയിൽസ് വായിച്ച് മനസ്സിലാക്കി
അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഓർക്കുക, അപ്ലൈ ചെയ്യുന്ന എല്ലാവരും ഒന്നും വിളിച്ചു എന്ന് വരത്തില്ല. പക്ഷെ ആരെങ്കിലും പണം ചോദിച്ചാൽ ശ്രദ്ധാപൂർവം വേണം അതിനെ സമീപിക്കുവാനായിട്ട്. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.